ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒത്തൻറ്റിക് നോർത്ത് കൊറിയൻ ഫുഡാണ്. ലോകത്ത് വളരെ 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 സെക്ലൂഡഡ് ആയിട്ടുള്ള രാജ്യത്തെ ഒത്തൻറ്റിക് ഫുഡ് അവർ പാചകം ചെയ്ത് കഴിക്കാൻ പോവാണ് നമ്മൾ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ്. സ്കിപ്പ് ചെയ്യാതെ വ്ളോഗ് കാണുക. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വന്ന കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ ഓരോരോ കാര്യങ്ങൾ നടത്താൻ പോവാണ്. സോ ഇന്ന് നമ്മൾ നോർത്ത് കൊറിയയിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങും അതിനുള്ള ഒരു എൻക്വയറിക്കും ഒക്കെ വേണ്ടി നടക്കുവാണ്. പക്ഷേ ഇന്ന് എൻ്റെ മെയിൻ ഒരു എയിം എന്താണെന്നറിയോ? നമുക്ക് നോർത്ത് കൊറിയൻ ഭക്ഷണം കഴിക്കണം. അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ എയിം. അതെനിക്ക് തോന്നില്ല. ഇപ്പം ചിലപ്പോൾ നോർത്ത് കൊറിയ പോയി കാണും ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഡഡോങ്ങിലൊക്കെ വന്ന് കാണും. പക്ഷേ ഈ നോർത്ത് കൊറിയ ഭക്ഷണം എനിക്കൊന്ന് കയ്യിൽ എണ്ണാവുന്ന മലയാളീസ് അത് കഴിച്ച് കാണുള്ളൂ, അത് ഉറപ്പാണ്. കാരണം അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒത്തൻറ്റിക് നോർത്ത് കൊറിയൻ കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ ഇവിടെ നോർത്ത് കൊറിയൻസ് ജീവിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് വെയിട്രസ്സസ് ആണ്. കെൻ യു ബിലീവ് ഇറ്റ്? നോർത്ത് കൊറിയയിൽ നിന്ന് ഇങ്ങോട്ട് അവരെ വിടുന്നുണ്ട്, ഇവിടെ വെയിട്രസ്സായി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദേ ഡോണ്ട് ഈവൻ നോ ചൈനീസ്, ദേ സ്പീക്ക് നോർത്ത് കൊറിയൻ ഒൺലി. ആൻഡ് നോർത്ത് കൊറിയനുള്ള കുറേ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസും ബിസിനസ് ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വിടുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യാനും സംസാരിക്കാനൊക്കെ ആയിട്ട്. സോ അവർക്ക് കേട്ടറിയാൻ വേണ്ടിയായിരിക്കും ഈ നോർത്ത് കൊറിയൻ ഫുഡ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സോ അത് നമുക്ക് കണ്ടുപിടിക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നോർത്ത് കൊറിയ പോകുന്ന കാര്യം അത് നാളത്തെ വ്ളോഗ് ആയിരിക്കുമല്ലോ. പക്ഷേ ഹൗ ഗുഡ് വിൽ നോർത്ത് കൊറിയൻ ഫുഡ് ബി? നല്ലതായിരിക്കുമോ പൊട്ടയായിരിക്കുമോ? സോ നമ്മൾ ഡാഡോങ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്. ദിസ് ഈസ് ആക്ച്വലി ദ ബോർഡർ ടൗൺ ഓഫ് നോർത്ത് കൊറിയ. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ആക്ച്വലി ഒരു ചെറിയ സിറ്റിയാണ്. ചൈനീസ് രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സിറ്റിയാണ്. ബർഗറൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും കഴിക്കാതെ നമ്മൾ നോർത്ത് കൊറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. ആൻഡ് ചൈനീസ് രീതിയിൽ ഒരു ചെറിയ സിറ്റിയാണ് ഡഡോങ്. അറൗണ്ട് ഒരു 20 ലക്ഷം ആൾക്കാരുള്ള ഒരു സിറ്റിയാണ്. മെട്രോ ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ, നോർത്ത് കൊറിയ വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗമാണെന്നാണ് ഇവിടുത്തെ ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഗൈസ്, അങ്ങനെ ആരോടും ചോദിക്കാതെ, ഒരു ഗൈഡും ഇല്ലാതെ, ഒരു ഗൈഡൻസും ഇല്ലാതെ തന്നെ നമ്മൾ ഒരു നമ്മളൊരു കാര്യം കണ്ടുപിടിച്ച് അറിയുക. ഈ ബാക്കിൽ കാണുന്നത് നോർത്ത് കൊറിയൻ സ്ട്രീറ്റ് ആണ്. സോ അത് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. 2 പ്രാന്തന്മാർ നാട്ടിൽ നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ചുകൊണ്ടിരിക്കേണ്ടവർ 3 ഫ്ലൈറ്റും 3 ട്രെയിനും പിടിച്ച് ഒരു മൂലയെ വന്നിട്ട് നോർത്ത് കൊറിയൻ ഫുഡ് തപ്പി നടക്കുന്നത്. അതാണ് ഞങ്ങൾ. സോ ഇത് ഒരു നോർത്ത് കൊറിയൻ സ്ട്രീറ്റ് ആണ്. കണ്ടുപിടിക്കാനൊക്കെ ഞങ്ങൾ കുറച്ച് പാടുപെട്ടു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് മാപ്സ് അധികം ഇല്ല. പക്ഷെ ഭാഗ്യത്തിന് ഇപ്പോൾ എ മാപ്പ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടുപിടിച്ചു. സോ നമ്മൾ ഒത്തൻറ്റിക് കൊറിയൻ ഫുഡ് കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ്. കഴിയുന്നത് നോർത്ത് കൊറിയൻ ഫ്ലാഗാന്ന് തോന്നുന്നത്. ഇതൊക്കെ നോർത്ത് കൊറിയൻ ഫുഡാണ്. കുറേ സൗത്ത് കൊറിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നോർത്ത് കൊറിയൻ ഫുഡിൽ ഏറ്റവും കൂടുതൽ അവർ കഴിക്കുന്ന കൂൾ നൂഡിൽസ് കഴിക്കും എന്ന് എനിക്കറിയാം. ബാർബക്യൂസ് ഉണ്ട്. പിന്നെ ഭൂമിക്കടിയിലുള്ള സാധനങ്ങളല്ലോ. ഇത് അതാണ് അതിൻ്റെ ഷോപ്പാന്ന് തോന്നുന്നു കേട്ടോ. കണ്ട എല്ലാം മറ്റേ റൂട്ട് വെജിറ്റബിൾസും. തവളയൊക്കെയാ, തവളയ്ക്ക് ബെൽറ്റ് ഇട്ടിരിക്കുന്നത് നോക്ക്. അത് കൊള്ളാം. എന്താണെങ്കിലും ബ്ലോഗിന് വേണ്ടി ഇതൊക്കെ കഴിക്കുക. അതൊക്കെ എനിക്കൊന്ന് നോർത്ത് കൊറിയൻ്റെ ഒരു പ്രതിനിധികളാണെന്ന് തോന്നുന്നത്. ഇവിടെ ഇടയ്ക്ക് അവരുടെ പെർഫോമൻസ് ഒക്കെ നടക്കാറുണ്ടെന്ന്. ഇവിടെയല്ല, ഈ ഡഡോങ്ങില്, ഈ സ്ട്രീറ്റിലല്ല. അതിനുവേണ്ടി ഒരു ഹാളൊക്കെ ഉണ്ട് ഇവർക്ക്. മെയിൻ ഞാൻ പോകാൻ പോകുന്ന സ്ഥലം കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ്. കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ്, വേറെ ഒന്നുമില്ല. റെസ്റ്റോറൻറ്റ്സും പിന്നെ മറ്റേ ഈ റൂട്ട് വെജിറ്റബിൾസും മേ ബി ഒത്തൻറ്റിക് കൊറിയൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ വിൽക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കൊറിയൻ ഫുഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏറ്റവും ഒത്തൻറ്റിക് സ്ഥലത്ത് പോയേ കഴിക്കുകയുള്ളൂ. നോർത്ത് കൊറിയയുടെ ട്രഡീഷണൽ ഡ്രസ്സ് അത്. വലിയവരുടെ ഉണ്ട്. വേറൊരു കാര്യം അറിയോ? ഈ നോർത്ത് കൊറിയക്കാർക്ക് ഓബിയസ്ലി സൗത്ത് കൊറിയ എനിമീസ് ആണല്ലോ. പക്ഷെ അവർക്ക്
ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പോൾ പാകിസ്ഥാനികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇന്ത്യൻ മൂവീസും ഇന്ത്യൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നോർത്ത് കൊറിയക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സൗത്ത് കൊറിയൻ മൂവീസും സൗത്ത് കൊറിയൻ ഫുഡും സൗത്ത് കൊറിയൻ ഡ്രിങ്ക്സും. അവരെ മാത്രം ഇഷ്ടമല്ല, അവരെ മാത്രം ഇഷ്ടമല്ലാതെ ഉള്ളൂ. അത് പക്ഷേ ശരിക്കും അവർക്ക് കാണിക്കണതല്ലേ അത്രേ ഉള്ളൂ. ശരിക്കും ഒരു അവസരം കിട്ടി അങ്ങോട്ട് ഓടി ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും അവര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നോർത്ത് കൊറിയയുടെ ഫീലാണ് കിട്ടുന്നത്. ഒരാൾ പോലും ഇല്ല. ബിൽഡിങ്സ് ഒക്കെ മറ്റേ പഴയ രീതിയിലുള്ള ബിൽഡിങ്സ്, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുന്നത് ഒരു 40, 50, 60 വർഷം പണ്ട് പോയ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ഏരിയയിൽ മൊത്തം വരുന്നത്. ഇതാണ് എ മാപ്പ്. ഇതിൻ്റെ പ്രശ്നം എന്നറിയോ, ഈ കൊറിയൻ സംഭവങ്ങളൊക്കെ ഇംഗ്ലീഷ് മാപ്പ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ സിമ്പിൾസ് കമ്പയർ ചെയ്തിട്ട് വേണം എത്തിന്ന് കാണിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ. എന്തേ ക്ലോസാ? ഓപ്പൺ ആണല്ലോ, പോയിക്കോ. ബാ, താങ്ക് യു. ബാ ഗൈസ്. സോ ഫസ്റ്റ് നമ്മുടെ ഒത്തൻറ്റിക് നോർത്ത് കൊറിയൻ ഫുഡിൻ്റെ ഒരു ഡിസ്കവറി കറക്റ്റ് നടന്നത്. പ്യോങ്യാങ് എന്ന് പറയുന്നത് നോർത്ത് കൊറിയൻ ക്യാപിറ്റലാണ്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് ഈ കൊറിയൻ കോൾ നൂഡിൽസ്. ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഈ ഒരു നൂഡിൽസ് ആണ്. സോ അതിൽ തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയോ എക്സ്ട്രാ ഒക്കെ ഒഴിച്ച് തരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ പറയട്ടെ, പ്യോങ്യാങ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് കൊറിയയുടെ ക്യാപിറ്റലാണ്. അവരുടെ മെയിൻ ഡിഷാണ് കൂൾ നൂഡിൽസ്. സോ ഇറ്റ്സ് ലൈക്ക് ഐസ് വാട്ടറാണ്. ഐസ് വാട്ടറിൽ വെറും ബോയിൽ ചിക്കൻ, കുറച്ച് ചില്ലീസ് കാണാം, കുക്കുംബർ, ഐ തിങ്ക് സോ സം ഹോസ് റാഡിഷ്, സം ബോയിൽഡ് ചിക്കൻ ആൻഡ് സം എഗ്. ഇതൊക്കെ ഐസ് വെള്ളത്തിലാണ് കിടക്കുന്നത്. സോ ഫസ്റ്റ് മീൽ ഓഫ് നോർത്ത് കൊറിയ. നമ്മുടെ നാട്ടിലേ നിന്ന് പറയില്ലേ ഇതൊക്കെ പോയി ചെയ്യണമെന്ന്, സാധിക്കുമെന്ന് വിചാരിച്ചോ? ടേസ്റ്റ് ഉണ്ടല്ലോ എന്നല്ല, എക്സ്പീരിയൻസ് ടു ടേക്ക് ടു യുവർ ഗ്രേവ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, സോ അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് നോർത്ത് കൊറിയൻ മീലാണ്. ആദ്യം തന്നെ ഇവരുടെ നൂഡിൽസ് ഒന്ന് ട്രൈ നോക്കട്ടെ. നല്ല ഹ്യൂജ് ആട്ടോ, ദൂരം ഉണ്ട്. ഇത് എല്ലാം കൂടെ കട്ടി പിടിച്ചിരിക്കുക. ഞാൻ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എല്ലാം ക്ലംസ് ആയിട്ടിരിക്കുവാണ്. എനിക്കൊന്ന് ഐസ് പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കുമോ, മിക്സ് ചെയ്യണം എല്ലാം. നോക്കട്ടെ. ഒരു കൺട്രിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഫുഡിൽ കൂടെ അല്ലേ. ജെല്ലി ടൈപ്പ് ആണോ? ഓ ശരി, പാടാ. മിക്കവാറും ഒറ്റ വിലയ്ക്ക് മൊത്തം കൂടെ കയറുമായിരിക്കും. ഈ നൂഡിൽസ് കോൾഡ് ആയെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവറിന് ഒരു കുഴപ്പമില്ല. ഇറ്റ് ടേസ്റ്റ് ലൈക്ക് സോയ ഇൻഫ്യൂസ് തിൻ നൂഡിൽസ്. പക്ഷെ ഒരു ഭയങ്കര ഒരു ഗ്ലാസ് നൂഡിൽസ് ഇല്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചറാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ അവർ തരുന്നത് സം മീറ്റാന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓ യാം, ദാറ്റ് വാസ് പോർക്ക്, ജസ്റ്റ് റോസ്റ്റഡ് പോർക്കാണ്. ആൻഡ് അത് പോക്കും കുറച്ച് ചിക്കനും ഉണ്ട്. ആക്ച്വലി നല്ല സമ്മേഴ്സ് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇത് സ്കൂൾ നൂഡിൽസ് ഇസ് സോ ഗുഡ്. നിങ്ങൾ ആരെങ്കിലും കൂൾ നൂഡിൽ എബ്രോഡ് ഉള്ളത് കഴിച്ചാണ്, നാട്ടിലുള്ള ആരും എനിക്ക് തോന്നുന്നില്ല കൂൾ നൂഡിൽസ് കഴിക്കുന്നത്. പക്ഷെ റബ്ബർ ബാൻഡോ വലിച്ചോട്ടും തീർന്നില്ല. കൈമച്ചൊക്കെ പിടിച്ച് വലിക്കുന്നില്ലേ. ഏത് കട്ട് ചെയ്യാത്തത് ഈ നൂഡിൽസ് കഴിക്കുന്നത് എങ്ങനെയാന്ന് എന്ത് പാടാന്ന് കാണിക്കാനാണ്. ഓക്കെ, സോ ദിസ് വാസ് അവർ ഫസ്റ്റ് ഡിഷ്. ഐ ലവ്ഡ് ഇറ്റ്. ഇറ്റ്സ് സോ എക്സ്ക്വിസിറ്റ്. നോർത്ത് കൊറിയ വളരെ മിസ്റ്റീരിയസ് ഡിഷാണ്. ഇറ്റ്സ് സോ ടേസ്റ്റി, സോ എക്സ്ക്വിസിറ്റ്, ഫ്ലേവർഫുൾ. ഐ ലവ്ഡ് ഇറ്റ്. ഞാൻ ഫുൾ തീർത്ത ജെഫറിന് പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതോടെ ഒരു കാര്യം ഉറപ്പായി, നോർത്ത് കൊറിയ പോയാലും ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഐ ക്യാൻ ഈറ്റ് ദിസ് എവറി ഡേ ഫോർ എ ലോങ് പീരിയഡ്. ഭയങ്കര ഇഷ്ടമായി. പ്യോങ്യാങ് കോൾഡ് നൂഡിൽസ് ഫസ്റ്റ് കൊറിയൻ ഫുഡിന് അടിപൊളി. തംസ് അപ്പ്. അൺഅസ്യൂമിങ് പ്ലേസ്. വെളി കണ്ടു കഴിഞ്ഞാൽ എന്തോ പൊട്ടിപ്പൊളിഞ്ഞ എന്തോ ലൈക്ക് ആരും ഇല്ലാത്തൊരു സ്ഥലം പോലെ തോന്നും. അകത്ത് കയറുമ്പോൾ ഫുള്ളാണ്, നല്ല ക്രൗഡുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഐ തിങ്ക് സോ വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദ ബെസ്റ്റ് പ്ലേസ്. ഇനി അടുത്തത് ഞാൻ കണ്ടിരിക്കുന്നത് ഒരു നോർത്ത് കൊറിയൻ സ്റ്റീംഡ് ബൺ. അതൊന്നും തപ്പണം. ഈ സ്ട്രീറ്റിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ടോട്ടലി ഒരു വേറെ ഫീലാണ് നമുക്ക് ചൈനയുടെ ഓപ്പോസിറ്റ് കിട്ടുന്നത്. കണ്ട കോഴി പ്രാവിനൊക്കെയാണ് ഇവരെവിടെ കുക്ക് ചെയ്യുന്നത്. നോക്ക്, ഇതുപോലെ ആയിരിക്കും കഴിക്കും. കോഴിയുടെ സൈസ് ഉണ്ടോ ജെഫ്രി? നോക്ക്, ഇത് ടോട്ടൽ വേറെ ഒരു ലോകം പോലെ.
അല്ലേ? മറ്റേത് ഇവിടെ കിടക്കുന്നു, മെയിൻ ചൈനയുടെ ഒരു സ്ഥലങ്ങള്. ഇത് ഒരു ബൈ സ്ട്രീറ്റ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കൊറിയൻ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അടുത്ത ഷോപ്പ് ദേ ഇങ്ങനെ ഇരിക്കും. കറക്റ്റായിട്ട് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കയറ്. ഇവിടെ നിന്ന് ആരും ഇല്ല കേട്ടാ. എന്തായി? ആ ബണ്ണിൻ്റെ സാധനമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അകത്തേക്ക് കയറ്. ഉണ്ടോ? ഒന്നും മനസ്സിലായില്ല. ഇതെന്ത് ടേസ്റ്റാ ഒന്നും അറിയില്ല. പറയാനും പറ്റൂല, അങ്ങോട്ട് ഇരുന്നത്. ഇനി അത് കഴിച്ച് തീർക്കാതെ മറ്റേതുപോലെ ഇറങ്ങാനും പറ്റില്ല. അവരിരുന്ന് നോക്കും. ഈ ആൻറ്റി കൊറിയൻ ആണ്. സോ ഇതിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും കിട്ടുന്നില്ല. ലാസ്റ്റ് ഓക്കെ, എനിക്കൊന്ന് 4 തോന്നുന്നു. ഓക്കെ, 2 കവറിലിട്ട് തരാമെന്ന്. 要吃啊！我给你搞微波炉打一下子，热一热，就是搞那加一下热，就加热啊。മര്യാദയ്ക്ക് അത് വാങ്ങിയിട്ട് പോയാൽ പോരെ? ഓ, ഇനി ഇവിടെ ഇട്ട് കഴിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അതിൻ്റെ അകത്ത് എന്താണെങ്കിലും കഴിച്ചോണം കേട്ടോ ജെഫ്രി. ഇനി ചൂടാക്കുമോ? ഓൾറെഡി അത് ചൂടാക്കിയല്ലേ? ഓക്കെ ഓക്കെ.太冷，要不太凉了啊，给你热一下子再吃。ടേസ്റ്റ് കൂടുന്ന ചൂടാക്കിയ. ഓക്കെ,你做小老蛋，你上是挂个酱油。എങ്ങനെ കഴിക്കുന്നത്?搞小老蛋。കവറോടെ പിടിക്കാൻ.搞酱油。你这个塑料袋，ഞാൻ പിടിച്ചോളാം. കഴിച്ചോ?我给你用开了啊。എന്താ നല്ല ടേസ്റ്റ്. ഇത്രയും പറഞ്ഞിട്ട് മീറ്റുണ്ടോ? ഉണ്ടല്ലേ? ഗുഡ്. അമ്മച്ചിയോട് പറ കൂട്ടുന്നു. ഇത്രയൊക്കെ യുദ്ധം ചെയ്ത് സംസാരിച്ചിട്ട് ഇവര് എന്തൊരു സ്നേഹമല്ലേ ഫുഡ് വിളമ്പുന്നതില്. പക്ഷെ വേറൊരു കാര്യം അറിയോ, ഇവര് സംസാരിക്കാൻ നമ്മൾ മനസ്സിലാവും എന്നാണ് ഇവരുടെ വിചാരം. അപ്പൊ നമ്മൾ ഒരാളോട് മലയാളം സംസാരിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ മിണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് അവർക്ക് മനസ്സിലാവുന്നുള്ള വിചാരത്തില, നമുക്ക് മനസ്സിലാവും എന്നുള്ള വിചാരം. എല്ലാരും ലോകത്ത് ഈ ഭാഷ സംസാരിക്കുന്നതിനായിരിക്കും ഇവരുടെയൊക്കെ വിചാരം. ഓ ഇല്ലേ? നമ്മൾ ചൈന കഴിച്ച പോലത്തെ ഒരു ടേസ്റ്റ് അല്ല. കുറച്ചൊരു കിംച്ചിയുടെ ഒക്കെ ഒരു ഫെർമെന്റഡ് ടേസ്റ്റും ഉണ്ട്. ക്യാബേജ് ആണ് മെയിൻ, പിന്നെ മീറ്റും ഉണ്ട്. യുണീക്കാണ്, പക്ഷെ സംഭവം കൊള്ളാം. 25 വർഷമായിട്ട് ഇവിടെയാണ്. ഓ, അവിടുന്ന് വിട്ടിട്ടോ ഇയാളെന്തായാലും 4-5 തവണയുള്ള വീടുന്ന്. നോർത്ത് കൊറിയയിൽ എങ്ങനെയാന്ന് തോന്നുന്നു. നല്ലവരൊക്കെ പെട്ടെന്ന് വീഴുന്നു. ഹസ്ബൻഡും വന്നു. ഇപ്പം നോർത്ത് കൊറിയയിലേക്ക് പുള്ളി വന്നിട്ട് 25 വർഷമായിന്ന്. ഇങ്ങോട്ടേക്ക് അതാ പറഞ്ഞോണ്ടിരുന്നത്. സമാധാനം, അവരെന്ത് നല്ല ലൈഫായിരിക്കും ഇവിടെ ഇപ്പൊ ജീവിക്കുന്നത്. പക്ഷെ അവിടത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാ പറയില്ല. പക്ഷെ എന്ത് സ്നേഹമാണ്. നമ്മൾ അടുക്കള കയറ്റിക്കൊണ്ട് പോയി എന്തൊക്കെയാണ്. അതെടുക്ക് ഇതെടുക്ക് വെറുതെ. നമ്മൾ പിന്നെ കുറെ ട്രൈ ചെയ്യാനുള്ളതുകൊണ്ട് അധികം ഒന്നും എടുത്തില്ല ഗൈസ്. സോ ഇവിടുത്തെ ഈ കൊറിയയിലെ നൂഡിൽസ് നമ്മൾ കഴിച്ചില്ലേ, അതുപോലെ തന്നെ ഭയങ്കര പോപ്പുലർ ആണ് ഇവരുടെ ബാർബിക്യൂസ്, സ്ക്യൂവേഴ്സ്. അത് ബാർബിക്യൂസ് ഉണ്ട്, പക്ഷെ കൂടുതൽ സീ ഫുഡാണ്. അത് നമുക്ക് രാത്രി ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഭയങ്കര ഇവർക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആൻറ്റി പറഞ്ഞതാണ് ഇവിടുത്തെ ഈ സൗത്ത് കൊറിയ. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് അങ്ങോട്ട് ഫുൾ ടൈം ഓൺ ചെയ്ത് വെക്കും. കുറച്ച് വാക്കുകൾ കിട്ടുമ്പോൾ ഞങ്ങളത് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ ഈ സൗത്ത് കൊറിയന് ഇൻസ്പയർഡ് ആയിട്ടുള്ള നോർത്ത് കൊറിയൻ ഫുഡ് കുറേ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ റെസ്റ്റോറൻറ്റിൽ ഒന്നാണ് പറഞ്ഞത്. നമുക്ക് അടുത്തത് അത് ട്രൈ ചെയ്യാം. അതാകുമ്പോൾ സാറിനും ഇഷ്ടപ്പെടും. സംഭവം അവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, മാച്ചാങ് ഡോങ് കൊറിയൻ ഫുഡ്. ക്ലിയർ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട് ദ സൗത്ത് കൊറിയൻ ഫ്യൂഷൻ കൊറിയൻ ഫുഡ്. അതായിരിക്കും ഇന്ന് ബെസ്റ്റ്. ജെഫ്രിൻ്റെ മറ്റേ സാധനം കാണും, അന്ന് കഴിച്ചില്ല, ടെറ്റബോക്കി. ദേ സോ മാച്ചഡോങ് കൊറിയൻ ഫുഡ്. ജെഫ്രിനകത്തേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ. എന്താ ഓർഡർ ചെയ്യുന്നതെന്നും എന്താ ചെയ്തതെന്നൊന്നും അറിയില്ല. ഭയങ്കര പേടിയാണ് കേട്ടോ ജെഫ്രിന്. എല്ലാം എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും പെട്ടുപോവോ, ഫുഡ് ഇല്ല, ഇത് കാണുമോ അത് കാണുമോ, ഫുൾ ടൈം പേടിയാ. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഒരു മോഡേൺ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടല്ലോ സെറ്റപ്പ്. ദേ അവരുടെ ഫ്ലാഗും ഉണ്ട് കേട്ടോ, നോർത്ത് കൊറിയയുടെ ഫ്ലാഗും ഉണ്ട് ഇവിടെ. നോക്ക്, എന്തേ നല്ല വിലയാണോ? കുഴപ്പമില്ലല്ലോ. നമുക്ക് ഇതൊന്നും പറയണ്ട, നമുക്ക് പറ്റിയ സാധനങ്ങളെല്ലാം ആദ്യം ഒന്ന് പറയാം.
ഇതൊക്കെ 25-28 ഉള്ളൂ. ഞാൻ നോക്കട്ടെ. ഇത് നല്ലൊരു സെറ്റപ്പ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. എനിക്കൊന്ന് ഇവിടെ ഹോട്ട് പോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ബാർബിക്യൂ എന്ന് തോന്നുന്നു. രാത്രി പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഇവിടെ വരാം, മറ്റേത് കിട്ടിയില്ലെങ്കിൽ. ഇത് അവർ വേറൊരു സാധനം കാണിച്ചു തന്നായിരുന്നു, മെയിൻ മീലാണ് ഇതിൽ വെക്കുന്നു. സോ മേ ബി നോക്കട്ടെ. രാത്രി എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ വരും. ഇന്ന് ഫുൾ നോർത്ത് കൊറിയൻ ഫുഡാണ്. അല്ലാതെ പപ്പടം ഉണ്ട്, ഇതെന്തോ പയർ പോലെ ഉണ്ട്, കീംചി ഉണ്ട്, പിന്നെ വേറെ എന്തോ സീ ഫുഡാന്ന് തോന്നണം. എന്താ സീ ഫുഡാന്ന് തോന്നണം. സീ ഫുഡാ? നീരാളിയുടെ കാലാന്ന് തോന്നണം. അതെന്താണെന്നറിയില്ല. അവരെല്ലാം വിളമ്പി ഭയങ്കര ഹോസ്പിറ്റാലിറ്റി കേട്ടോ ഇവരുടെ. എല്ലാവരും എന്ത് സെറ്റ് ചെയ്ത് ഭംഗിയാക്കി തരുന്നു നോക്ക്. ഞാൻ എന്തായാലും ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ജസ്റ്റ്. സോ ഓരോന്ന് ഇവർ ഇതൊക്കെ കോംപ്ലിമെന്ററി ആണ്, ഓർഡർ ചെയ്തല്ല. പപ്പടം ആദ്യമേ നോക്കട്ടെ. വന്നോ? ഇത് ഫസ്റ്റ്. ഇനി അടുത്തത് ഇവിടെ സ്റ്റാർട്ടേഴ്സിൽ ഇതൊക്കെ ആപ്പറ്റൈസറാണ്. എല്ലാം ഒരു പെർമനൻറ്റ് ഫുഡായിരിക്കും. പിക്കിൾഡ് വെജിറ്റബിൾസ് ആണ് ഇത്. സീ ഫുഡാ ഇല്ലേ? നീരാളിയുടെ കാലല്ലേ? ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റിങ്കി ടോഫുവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു വരുന്നത്. എന്ത് സാധനത്തിന്റെ? ടോഫു എന്ന് പറയും. ഇനി അടുത്തത് അത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് നോക്കട്ടെ. ഇതില് നമ്മുടെ ശർക്കരയില്ലേ, ശർക്കര ഇട്ട് ഇതൊരു പയറോ അച്ചിങ്ങയുടെ അകം പോലെയുണ്ട്. ഫൈനലി കീംചി. അലക്കിടുതൻ കീംചി. ഇത്രയാണ് ഇവരുടെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. സോ 3 മെയിൻ ഫുഡാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് എനിക്ക് തോന്നുന്നു ഫെർമെൻറ്റഡ് പോർക്ക് വിത്ത് കീംചി പോലത്തെ ഒരു ടൈപ്പ് ഡിഷാണ്. സോ ദിസ് ആക്ച്വലി ഇസ് ലൈക്ക് ഇതെല്ലാം ഒരു നോർത്ത് കൊറിയൻ സൗത്ത് കൊറിയൻ ഫ്യൂഷൻ ആണ്. പിന്നെ ഇത് ബിബിന്നാം എന്ന് പറയും. നമുക്ക് ഞാൻ കഴിച്ചു. നല്ല സ്വീറ്റ് ആണ്, നല്ല ടേസ്റ്റ്. ഇത് ബിബിനാം എന്ന് പറയും. ഇത് ഒത്തന്റിക് ആയിട്ട് ഒരു കൊറിയൻ ഡിഷ് തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് അവർ ടെറ്റബോക്കി റൈസ് കേക്ക്സ്. സോ നോക്കട്ടെ, നോർത്ത് കൊറിയൻ ക്യൂസീനിൽ റെസ്റ്റോറൻറ്റിൽ സൗത്ത് കൊറിയൻ ഫുഡ് കൊടുക്കുമ്പോൾ രണ്ടുപേരും കൂടെ ഫ്യൂഷൻ എങ്ങനെ വരുന്നത്. സോ ലെറ്റ് മീ ട്രൈ ദ പോക്ക് ആൻഡ് ദ കീംചി. അങ്ങനെയുണ്ട്. ഇറ്റ്സ് നോട്ട് എക്സ്ക്വിസിറ്റ്ലി ടേസ്റ്റിംഗ് ആൻഡ് ഓൾ. ആ ഒരു ഫെർമെൻറ്റഡ് ടേസ്റ്റ് ഫുഡിന് വരുന്നുണ്ട്. ബട്ട് ഇറ്റ് സോസി. ഇതൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ പോവും. ശരിക്കും നമ്മുടെ പോക്കും ക്യാബേജ് കറിയും കൂടെ ക്യാബേജിന് ഇടുന്ന ഒരു സംഭവം. പോക്ക് വിൻഡാലും ഇല്ലേ, അതിൻ്റെ കൂടെ കുറേ ക്യാബേജ് ഇട്ട് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. കുറച്ച് വിനേഗറിയാണ്. പോക്കിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷേ ഒരു ഫെർമെൻറ്റഡ് ടേസ്റ്റ് വരുന്നുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് എവ്രി വൺ വിൽ ലൈക്ക് ദിസ്. ബട്ട് ഐ എം ഷുവർ ദിസ് ഇസ് ഇൻക്രെഡിബ്ലി ഹെൽത്തി. ഭയങ്കരമായിട്ട് വിനേഗറും ഫെർമെൻറ്റഡ് ടേസ്റ്റ് വരുന്നുണ്ട്. സോ ഇനി ഇവിടെ തെറ്റബോക്കി നോക്കട്ടെ. കൊറിയയിൽ ഐ ലവ് ദിസ് ഡിഷ്. ഇനി സൗത്ത് കൊറിയയിൽ നോർത്ത് കൊറിയയുടെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്നത്. ഇവിടെ വാ. സെയിം ടെക്സ്ചർ, വെരി വെൽ മെയ്ഡ്. ഈ തെറ്റബോക്കിയുടെ റൈസ് കേക്ക്സ് ആർ റിയലി വെൽ മെയ്ഡ്. കുറച്ചും കൂടെ സ്വീറ്ററാണ്, ഒട്ടും സ്പൈസി അല്ല. ബിബിനാമ്പം ഫുൾ അത് ഫുൾ ഇതുപോലെ മിക്സ് ചെയ്യും കേട്ടോ. ബിബിംബാബ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. മഷ്റൂംസും എല്ലാം ഉണ്ട്. മഷ്റൂം, ബീഫ്, റൈസ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു ഭയങ്കര കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ ഇത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ അറിയോ, സീവീഡിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും. കൊറിയൻ ഫുഡ് ഒരുവിധം മിക്കതിനും വരും. ഒന്നെങ്കിൽ സീവീഡ് അല്ലെങ്കിൽ കീംചി. ആ 2 ഫ്ലേവേഴ്സും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. സോ ഇതിൽ ബീഫും സോസും എവറിത്തിങ് ഉണ്ടെങ്കിലും സീവീഡിൻ്റെ ഫ്ലേവറാണ്. ദാറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫിഷി സോൾട്ട് വാട്ടർ ടേസ്റ്റാണ് ഈ സീവീഡിനുള്ളത്. സോ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് ബിബിൻഡാമിൻ്റെ ഒരു നല്ല വേർഷനാണിത്. ഇതിൽ കുറച്ചും കൂടെ എനിക്ക് ഈ നോർത്ത് കൊറിയൻ ഫുഡ് എല്ലാം കൂടെ കുറച്ചും കൂടെ സ്വീറ്റർ സൈഡ്. കൊറിയൻ ഫുഡ് സൗത്ത് കൊറിയൻ ഫുഡ് എടുത്ത് കുറച്ചും കൂടെ സ്വീറ്റർ ആക്കുന്നതാണ് നോർത്ത് കൊറിയൻ ഫുഡിന് കിട്ടുന്നതെന്ന് തോന്നുന്നു. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഫെർമനൻറ്റ് ഫുഡാണ്. സോ ഇത്
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, പറ്റുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ, ഈ ഏഷ്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഏഷ്യൻ ഫുഡ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ല. ജാപ്പനീസ് ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും കൊറിയൻ ആണെങ്കിലും ദ മോസ്റ്റ് ഒത്തൻറ്റിക് വേർഷൻ അത് എല്ലാവരുടെയും പാലറ്റിൽ ശരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ടർക്കിഷോ അറബിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ത്യക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പക്ഷേ ഇവരുടെ ഒത്തൻറ്റിക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഐറ്റംസ് മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. അതും നമ്മുടെ ഒരു ടേസ്റ്റായിട്ട് എന്താ പറയുന്നത് ലയിച്ച് നിൽക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ഒരു ഫ്രൈഡ് ചിക്കനും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, സ്റ്റീംഡ് ബൺ, അതൊക്കെ ഓക്കെ. പക്ഷേ കുറച്ചും കൂടി ഡീപ്പായിട്ട് നല്ല രീതിയിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെങ്കിൽ എസ്പെഷ്യലി കൊറിയ, ചൈന, ജപ്പാൻ, നമ്മുടെ പാലറ്റ് ഭയങ്കര രീതിയിലുള്ള ഒരു ഫുഡ്, എല്ലാ രീതിയിലുള്ള ഫുഡ് എൻജോയ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യങ്ങളിലൊക്കെ ഫുഡ് ട്രൂലി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ദ ലോക്കൽ ഡെലിക്കസീസ്. അതിൽ ഏറ്റവും പാട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് 3 പാടാണ്. കാരണം ജാപ്പനീസിൽ കൂടുതൽ റോ ഉണ്ട്, ആ സമയത്ത് ചൈനീസിൽ കുറേ ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സോസസ് ഉണ്ട്, കൊറിയയിലാണെങ്കിൽ കുറേ ഫെർമെൻറ്റഡ് ഡിഷസും ഉണ്ട്. അടുത്ത് നമ്മൾ ഡെസേർട്ട് തപ്പിപ്പോവാണ്. പക്ഷെ ഒരു ഈറി സൈലൻസ് ആണ് ഈ ഒരു നോർത്ത് കൊറിയൻ ഏരിയയിൽ വരുന്നത്. എന്താണെന്നറിയില്ല, ബാക്കി എല്ലായിടത്തും അത്യാവശ്യം ആൾക്കാരും തിരക്കും. ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷേ എന്താ ഒരു സ്റ്റേജ്ഡ് ഫീലിംഗ്. നമ്മൾ ഒരു കേട്ടിട്ടുണ്ട് ഈ നോർത്ത് കൊറിയയിൽ നമ്മളിപ്പോൾ ടൂറിസ്റ്റായിട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന എല്ലാം സ്റ്റേജ്ഡ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അഭിനയമായിരിക്കും, അല്ലെങ്കിൽ ആക്ടേഴ്സ് ആയിരിക്കും അത് കൂടുതൽ ചെയ്യുന്നതെന്ന്. സോ ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഇവിടെയും കിട്ടുന്നത്. ഭയങ്കര കാറുകളും സംഭവങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ ആൾക്കാരും ഉണ്ട്, പക്ഷേ എല്ലാത്തിനും എന്തോ ഒരു നിഗൂഢത. ഈ ഏരിയയിൽ ഒരു സ്കൂളും ഉണ്ട്. ഇവിടെ ഒരുപാട് നോർത്ത് കൊറിയൻ കുട്ടികളും പഠിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ സിലബസും പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ. നോക്ക്, സ്കൂള് അത്യാവശ്യം വലിയ സ്കൂളാണ് കേട്ടോ. ഇതും അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആൻറ്റി വന്ന് ബ്രാൻഡ് ആക്കിയതായിരിക്കും. ആൻഡ്സ് ഡെസേർട്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് കുറേ കൂടി ഒരു ഇൻ്റർനാഷണൽ സംഭവങ്ങളിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അവരുടെ ബേക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ആ ചീസ് കേക്ക് കണ്ടിട്ട് ഭയങ്കര ചീസി ആയിട്ടുണ്ട്. ഒരു മിൽക്കിൻ്റെ ഉണ്ട്, പക്ഷേ എനിക്കൊന്ന് സേഫ് സൈഡായിട്ട് ഇവരുടെ ചോക്ലേറ്റ് കേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എനിക്കൊന്ന് ഈ ഒരു സംഭവം അവരുടെ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. സോ ഐ തിങ്ക് സോ ദിസ് വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് ടോപ്പ് സെല്ലിംഗ് ഡെസേർട്ട്സ്. ഒരു ചോക്ലേറ്റ് ബൺ ആവാനാണ് സാധ്യത. പാൻ കേക്ക് പോലെ, ഒരു സൂഫ്ലേ പാൻ കേക്ക് പോലെ വെച്ചിട്ട് അകത്ത് ചോക്ലേറ്റ് ആയിരിക്കും. സോ ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ദിസ്. പിന്നെ ടാരോ ഫ്ലേവറും ഉണ്ട്, ആൻഡ് ഇതിന് ഫ്ലേവർലെസ്സും ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾവേസ് സേഫ് ബെറ്റ് ടു ഗോ വിത്ത് ചോക്ലേറ്റ്. മഴയ്ക്ക് കൊറിയൻ സംഭവങ്ങൾ ഞാൻ അറ്റ്ലീസ്റ്റ് എൻജോയ് ചെയ്തിരുന്നു. ഇത് പക്ഷേ എനിക്കൊന്ന് അവരൊരു വെസ്റ്റേൺ ടച്ച് ചെയ്തുകൊണ്ട് ഇറ്റ്സ് ജസ്റ്റ് ഡ്രൈ. ദ ബൺ ഇസ് ഡ്രൈ. ചോക്ലേറ്റ് ഇസ് റിയലി ലോ ക്വാളിറ്റി. ഒരു ഡിസാസ്റ്റർ ഓഫ് എ ഡെസേർട്ട്. കൊറിയക്കാർ അവരുടെ ഫുഡ് തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാവും. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചെന്താ അറിയോ, എല്ലാ ബിൽഡിങ്സിൻ്റെയും ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്സിന് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ സ്റ്റെപ്സ് കയറി മുകളിൽ പോകുമ്പോഴാണ് ബിൽഡിങ്സിൻ്റെ ലിവിങ് ഏരിയ തുടങ്ങുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം ഇതുപോലെയാണ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഗൈസ്. അപ്പോൾ ഇനി നാളത്തെ പരിപാടിക്ക് വേണ്ടി ഞാൻ ഫുൾ തപ്പി നടക്കുവാണ്. ഇങ്ങനെയാണ് കൊറിയയിലേക്ക് പോകുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഡിന്നറിന് വേറൊരു ഡിഫറെൻറ്റ് കൊറിയൻ റെസ്റ്റോറൻറ്റിനോട് കാണിക്കാനായിട്ട്. നമ്മൾ ഇത്രയും സീക്രട്ടായിട്ടിരുന്ന ഒരു രാജ്യത്തിനെ കുറിച്ച് ഇത്രയും അടുത്ത് അല്ലെങ്കിൽ തൊട്ടടുത്താകുമ്പോഴേക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് സംതിങ് സോ ക്രേസി. നമ്മൾ കുഞ്ഞു കാലത്ത് തൊട്ടേ കാണാറുള്ളല്ലോ നോർത്ത് കൊറിയനെ കുറിച്ചുള്ള സിനിമകളും അവരെ ട്രോൾ ചെയ്യുന്നതും പിന്നെ അതിനെക്കുറിച്ചുള്ള ഓരോ കഥകളും. സോ ഹോപ്പ്ഫുള്ളി എല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് രാത്രി നല്ലൊരു കൊറിയൻ ഡിന്നറിന് കാണാം. ഇറങ്ങി നമ്മുടെ കൊറിയൻ സ്ട്രീറ്റിലേക്ക് തന്നെ എത്തിയല്ലോ. ഇവിടെ എവിടെയാണ് ഇൻഫർമേഷൻ സെൻ്ററൊക്കെ. കുറേ തപ്പിയിട്ട ലാസ്റ്റ് ഡിന്നറിന് എവിടെ നോക്കിയിട്ട് കണ്ടില്ല. അഡ്രസ്സ് കിട്ടിയായിരുന്നു, പക്ഷേ ഇത് കണ്ട നമുക്ക് ഒരിക്കലും നോർത്ത് കൊറിയൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒരു ഒളിപ്പിച്ചുള്ള സ്ഥലത്ത് എത്തിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ച ഇങ്ങനെ പോയിട്ട് ഇവിടെയൊക്കെ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? ഏതോ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ആണെന്നല്ലേ വിചാരിക്കുള്ളൂ. ഇങ്ങനെ കണ്ടുപിടിച്ച് ബാബയ്ക്ക് തന്നെ നമുക്ക് നിങ്ങളെ കാണിക്കില്ല. ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റ് തന്നെ പ്ലാൻ ചെയ്ത്, പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. സോ നമുക്ക് കുറച്ചും കൂടെ നല്ല ഫുഡ് കിട്ടാം. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഡോറ് പോലും മതിലിൻ്റെ കളറായിട്ട് സെയിമാണ്. അകത്ത് കയറി നമുക്ക് നോക്കാം എങ്ങനെയാണ്. എന്തായാലും ബാബയ്ക്യൂ റെസ്റ്റോറൻറ്റാണ്.
വേറെ ലെവല്. അല്ലേ നമ്മളെ കണ്ടുപിടിക്കാൻ ആക്ച്വലി കുറെ ടൈം അത് എടുക്കും. ഞാൻ എടുത്തില്ല, ഞാൻ വെളിയിൽ നിന്ന് എടുക്കാം. ചെറിയൊരു ഇടവഴി കൂടെ കേറിയിട്ട് ഒരു ബാത്റൂമിന്റെ ഡോറ് പോലത്തെ ഡോറ്, തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പ്രോപ്പർ നോർത്ത് കൊറിയൻ ബാർബക്യൂ. ഇതിന്റെ സെറ്റപ്പ് പറഞ്ഞാൽ നമുക്ക് താഴെ പോലെയാണ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കണ്ട ഇതുപോലെ ഇരുന്നിട്ട് ഇത് വാമാ, ഈ ഇരിക്കുന്ന സീറ്റ് ചൂടാ, ഇത് തടി മൊത്തം ചൂടാ. ആ ഇവര് നടക്കും. ഇത് ഓൾറെഡി സോസ് ഒക്കെ ഇട്ട് കേട്ടാ, നമ്മള് കഴിക്കാതെ ഇവിടെ പോകാൻ പറ്റില്ല. റേറ്റ് നോക്കിയിട്ടില്ല. ഇവിടെ എന്നിട്ട് ബാർബക്യൂ ചെയ്യും. ഇത് നല്ല ചൂടാണ്, നല്ല കംഫർട്ടബിൾ, ഭയങ്കര നല്ല സർവീസ് ഇല്ലേ. 38 അത്രയും ബീഫിനോ? വെറ്റ് ടൗലൊക്കെ തന്നിട്ടുണ്ട്. നല്ല സർവീസ് കേട്ടാ, പൊളിക്കും നമ്മളിന്ന്. ഇതുണ്ടാ സാധാരണ നമ്മൾ ഇലക്ട്രിക് ഗ്രില്ലാണ് എല്ലായിടത്തും കാണുന്നത്. ഇത് പ്രോപ്പർ അവരുടെ ഏതോ ഒരു വുഡ്, സ്പെഷ്യൽ വുഡ് എന്തോ നമുക്ക് പറഞ്ഞു, നമുക്കൊന്നും മനസ്സിലായില്ല. സ്പെഷ്യൽ വുഡില് വെച്ച് മുകളിൽ എന്തത് ചിമ്നി ആയിരിക്കും, പുക വരാതിരിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, നോർത്ത് കൊറിയൻ ടെക്നോളജി. ഫുഡ് പുഴുവൊക്കെ ഉണ്ട്. വേണ്ട വേണ്ട, റിസ്ക് എടുക്കണ്ട. ഗ്രീൻ ടീ ആണോ? നോർത്ത് കൊറിയയുടെ എന്തോ ഗ്രീൻ ടീ ആയിരിക്കും. ഇവര് നമ്മളുണ്ടല്ലോ മീറ്റ് മാത്രം ഓർഡർ ചെയ്തോളൂ, കുറച്ച് കപ്പലണ്ടിയും കൂടെ ഓർഡർ ചെയ്തേ. കീംചി, കടല, അത് ഉച്ചയ്ക്ക് പോയതെടുത്തും അങ്ങനെയായിരുന്നു. ഇത് നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് സോസേജ്, അത് ഗ്രില്ല് ചെയ്യണം. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു മറ്റേ മുളകിട്ട എന്തോ വെജിറ്റബിൾസും വേറെ വെജിറ്റബിൾസും. ഇതെല്ലാം ഫുൾ സെറ്റാണ്. ഹെൽത്തി മീലിന്റെ എപ്പിറ്റമിയാണ് ഈ നോർത്ത് കൊറിയൻ ക്യൂസീൻ എന്ന് തോന്നുന്നു. ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പുഴുങ്ങിയ പയർ പോലെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുഴുങ്ങിയ തന്നെ ഒരു പയർ പോലെ. വെജിറ്റബിൾസ് അത് മുളകല്ല, മറ്റേ ഫെർമെന്റഡ് വെജിറ്റബിൾസ് തന്നെയാണ് ഇതിന്റെ കൂടെ വരുന്നത്. സോസേജ് നോക്കട്ടെ എങ്ങനെയുണ്ട്. നോർത്ത് കൊറിയൻ സോസേജ്, അത് ഇതുവരെ ഇങ്ങനത്തെ ഒരു സോസേജ് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ആരുടെ വിരല് വെട്ടിക്കൊണ്ട് വന്ന പോലെ ഉണ്ട്. കൊറിയ ആയതുകൊണ്ട് അതും പറയാൻ പറ്റില്ല ഇനി അത് തന്നെയാണോ എന്ന്. അവരുടെ അവർ വാങ്ങിയെടുത്തിട്ട് അവർ തന്നെ സെറ്റ് ചെയ്ത് തരുവാണ്. അതിൻ്റെ കൂടെ എന്തോ സ്പെഷ്യൽ ബീഫും വന്നിട്ടുണ്ട്. ബീഫൊക്കെ സിസിലിന്ന് നോക്കിക്കേ, ആ ഫാറ്റ് മെൽറ്റ് ചെയ്ത് പെട്ടെന്നാവും കേട്ടോ. മാക്സിമം ഒരു 2 മിനിറ്റ്സ്, അതിന്റെ കൂടുതൽ നമ്മൾ ഇത് വെക്കാൻ പാടില്ല. ഓ യം, ഓ ഇറ്റ്സ് ഫാറ്റി, ഇറ്റ്സ് മീറ്റ്, ഇറ്റ്സ് സോ ഡെലിഷ്യസ്. എനിക്ക് നോർത്ത് കൊറിയൻ ക്യൂസിൻ, ഞാൻ നോർത്ത് കൊറിയൻ പോയി 1 മാസം നിന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇനി നോർത്ത് കൊറിയ പോകുന്നതിൽ കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഉച്ചത്തെ ഫുഡ് വേണ്ട, നമുക്ക് ഫുൾ ബാർബിക്യൂ അടിച്ചാൽ മാത്രം മതി. സൂപ്പർ അല്ലേ? വേറെ ഒന്നുമില്ല. ഇവരുടെ സോസേജ് ഉറപ്പായിട്ട് ഇത് ആരുടെയോ വിരലാണ് കേട്ടാ. ഭയങ്കര മധുരം, ഭയങ്കര മധുരം. ഒരു പോർക്കി ഫ്ലേവർ ആണ് റദർ ദാൻ ബീഫ്. ഭയങ്കര സോഫ്റ്റ് മീറ്റ് അകത്ത്. ഇറ്റ്സ് ഈസ് റിയലി ഗുഡ്, റിയലി ഗുഡ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സോസേജ് കഴിക്കുന്നത്. ഇപ്പൊ കൊറിയൻ സോസേജ്, നോർത്ത് കൊറിയൻ സോസേജും അടിപൊളിയാണ്. ബീഫ് രക്ഷയില്ല കേട്ടാ, എന്തൊരു ടേസ്റ്റ് ഇത്. ഫാറ്റും മീറ്റും. പ്രശ്നം എന്താ അറിയോ, കഴിച്ചോണ്ടിരിക്കും, അതാ പ്രശ്നം. എന്തൊരു ചൂടാ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലേ. അതിന്റെ ഒക്കെ കൂടെ ഒരു സ്പൈസി ചിക്കൻ സ്റ്റർ ഫ്രൈ. ഇത് കണ്ടിട്ട് പുളിയാവാൻ സാധ്യതയുണ്ട്. ഈ ചിക്കൻ നോക്കിയ ഫ്രീ, നല്ല മുളകിട്ട ചിക്കൻ ഫ്രൈ. നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റ് വരുന്നത്, കാരണം ആ ഇടിയൻ മുളകിന്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ആ ഇടിയൻ മുളകിന്റെ മസാല വെച്ച് തന്നെയാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഒരു KFC പോലെ തിൻ ബാറ്ററിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. റിയലി യുണീക്, റിയലി നൈസ്. The cuisine is as unique and mysterious as the country. Okay guys, so ഒരു കിഡിലെ നോർത്ത് കൊറിയൻ ഫുഡ് ബ്ലോഗ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് ടെക്കിയാണ് ഇത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഗൈഡും ഒരാളുടെയും ഗൈഡൻസും ഇല്ലാതെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. സോ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് നോർത്ത് കൊറിയൻ ഫുഡ് ബ്ലോഗ്. നാളെ നമ്മൾ നോർത്ത് കൊറിയയുടെ ഒരു ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഹോപ്പ് യു ഗൈസ് കണ്ടിന്യൂ ടു സപ്പോർട്ട് us. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് among your friends and family. ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും. സോ താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് us. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.